സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം കേസുകൾ നടന്ന പ്രോസിക്യൂഷൻ ഏത് കേസിലാണെങ്കിലും കുറേ കൂടെ ഗൗരവത്തിലൊക്കെ കാര്യങ്ങൾ കാണണം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്. അവരുടെ ജോലി അവർ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളുകളാണ് എല്ലാ മനുഷ്യരും. ഈ ദിലീപിൻ്റെ കേസിലാണെങ്കിലും ഇത്തരം കേസുകളിലാണെങ്കിലും വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളുകളാണ്, വളരെ ഗ്രാഹ്യമുള്ള ആളുകളാണ്. ആദ്യ കേസിൽ ജാമ്യ നിഷേധം തന്നെയും വാങ്ങിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ആദ്യത്തെ പരാതിയും രണ്ടാമത് മൊഴിയെടുത്തതിലൊക്കെ വൈരുദ്ധ്യങ്ങളാണ് കോടതി ഉത്തരവിൽ, ഞാനത് ഓടിച്ച് വായിച്ചു നോക്കി, ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എങ്ങനെ ആ വൈരുദ്ധ്യങ്ങൾ വരുന്നു? ആ വൈരുദ്ധ്യങ്ങളില്ലാത്ത വിധം ഈ കുറ്റകൃത്യം കൃത്യമായിട്ട് തടയാനും കുറ്റകൃത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അതിനെ വ്യക്തമായിട്ട് കോടതി നടപടികളിലേക്ക് കൊണ്ടുപോകാൻ ആ ഭാഷയിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്ക് നിയമത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇതൊരു ലേമാനുള്ള അറിവ് മാത്രമുള്ള എനിക്ക് തോന്നി. അങ്ങനെയല്ലോ ഇത് വേണ്ടത്. ഇപ്പോൾ കോടതി ആ ജാമ്യ ഉത്തരവിൽ കോടതി പ്രത്യേകമായിട്ട് പറയുകയാണ്, അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള ഒഫൻസസ് ആണ് ഉള്ളത്, അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഈ നടന്നതായിട്ട് പറയുന്നത്. പക്ഷേ ഈ സംഗതികൾക്കകത്ത് വൈരുദ്ധ്യമുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെയുള്ള പരാമർശങ്ങളിലേക്ക് കൂടെ വന്നിട്ട് പിന്നെ ഈ ജാമ്യം കൊടുക്കാൻ പാകത്തിനുള്ള കാര്യമല്ലല്ലോ പ്രോസിക്യൂഷൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെയും ഭാഗത്ത് ഉണ്ടാകേണ്ടിയിരുന്നത് എന്നെനിക്ക് സാധാരണക്കാരൻ നിലക്ക് തോന്നി. അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അതുണ്ടായത്. എന്നാലും നാളെ ഇപ്പോൾ ഏതായാലും സുസ്മേരവദനായിട്ട് തന്നെയായിരിക്കും അയാൾ വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അയാൾക്ക് ഈ തരത്തിലുള്ള ഇത്രമാത്രം വലിയ ആരോപണങ്ങൾ വന്നിട്ടും ഇയാൾക്ക് എന്തെങ്കിലും ആ തരത്തിൽ എന്താണ്, ഞാനത് നമ്മൾ സാധാരണയിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ഞാനത് പറയുന്നില്ല, ഇവിടെ അത് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മോശാർത്ഥത്തിലല്ല പറഞ്ഞത്. എന്നാലും ഈ നാണമില്ലായ്മ, ലജ്ജയില്ലായ്മ, ഇത്ര വലിയ ആരോപണങ്ങൾ എനിക്കെതിരെ വന്നത്, ഞാൻ ഇത്ര വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തല്ലോ എന്ന ലജ്ജയില്ലായ്മ ഇല്ലാതെ ഇയാൾ നല്ല ഉടുപ്പിട്ടിട്ട് നാളെ അതിലെ ചിരിച്ച് കയ്യും പൊക്കി പോകും വോട്ട് ചെയ്യാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴും കോൺഗ്രസ് പുറത്താക്കിയതിന് ശേഷം പോലും ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ ഇയാൾക്കൊപ്പം നടന്ന് അങ്ങോട്ടേക്ക് പോകുമോ, അനുഗമിക്കുമോ എന്ന ഒരു തോന്നല ഒരു എന്താണ് തോന്നലാണ് എനിക്കുള്ളത്. അത് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഉള്ളിലെ ഒരു സംശയാലു പറയുന്നത്. ഉണ്ടാകാതിരിക്കട്ടെ. റോഡ് ഉദ്ഘാടനം ചെയ്തപ്പോൾ സീനുകൾ ഉണ്ടാവും. അതെ. ആദ്യ ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞു, ആദ്യ പരാതി ഇത്രയും ഗൗരവമായിട്ട് വന്നപ്പോൾ പോലും സിനിമാ നടികളടക്കം ഇയാളുടെ കൂടെ പോയി എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ നാളെയും ഒരുപക്ഷെ ആളുകൾ വന്നേക്കാം എന്നാണ് വിചാരിക്കുന്നത്.